ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നു. ദേ നമ്മുടെ ഓണപ്പരീക്ഷ അങ്ങോട്ട് അടുത്തിട്ടുണ്ട്. 6ാം ക്ലാസ്സിലെ മക്കളാണ്. അപ്പൊ 6ാം ക്ലാസ്സിലെ മക്കൾക്ക് ചിലപ്പോൾ എന്നെ പരിചയം ഉണ്ടാവില്ല. ഞാൻ പുതിയൊരു മാത്സിന്റെ ടീച്ചറാണ്. ഇറ്റ്സ് മീ VJR. അപ്പൊ അടിപൊളിയാണ്. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയതാണ് അല്ലേ? എങ്ങനെയുണ്ട് ടെക്സ്റ്റ് ബുക്ക്? എന്താണ് കണക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മാത്സ്? എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ടായോ എളുപ്പമാണോ? എന്താ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടൊക്കെ ഒന്ന് പറഞ്ഞേ. അതുപോലെ തന്നെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ അത് ആദ്യം തന്നെ ക്ലാസ് കാണുന്നതിന് മുന്നേ ക്ലാസ് കാണുന്ന കുട്ടികളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് നമുക്ക് വേഗം നമുക്ക് എന്താണ് നിങ്ങൾക്കറിയാം, ഈ ഒരു ചാപ്റ്റർ 4ാമത്തെ പാഠാണ്. ഭാഗക്കണക്കുകൾ, അതായത് അരിത്മെറ്റിക് ഓഫ് പാർട്സ്. സിമ്പിൾ ആണ്. ഇതിലെ ചെറിയ ചെറിയ കോൺസെപ്റ്റ്, ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആണ്. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക ചോദ്യങ്ങൾ? ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരും അല്ലേ? ആ ബുദ്ധിമുട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാനുള്ള കുറെ വഴികൾ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ക്ലാസ് മുഴുവനായിട്ട് കാണാൻ മറക്കരുത്. ഞാനൊരു സാധനം ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ്? അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ്. രണ്ട് ഭിന്നസംഖ്യകളുടെ സങ്കലനം. രണ്ട് ഭിന്നസംഖ്യകൾ എങ്ങനെ കൂട്ടുക? നിങ്ങൾക്ക് അറിയാടാ എങ്ങനെ രണ്ട് ഭിന്നസംഖ്യകൾ കൂട്ടുക എന്നുള്ളത്? കൂട്ടൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. 1/2 + 1/4. എങ്ങനെയാടാ 1/2 + 1/4 കൂട്ടാൻ ചോദിച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ആ താഴേക്ക് നോക്കുക. താഴെ എന്ന് പറയുമ്പോൾ ഏടെ താഴേക്കാ നോക്കേണ്ടത്? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. താഴെ ഡിനോമിനേറ്റർ എന്നാണ് താഴെയുള്ള നമ്പേഴ്സിനെ നമ്മൾ പറയാം. ഛേദം എന്നാണ് പറയുക. ഛേദം. അപ്പൊ മുകളിലുള്ള നമ്പറിനെ നമ്മൾ എന്ത് പറയും? അംശം, ന്യൂമറേറ്റർ. താഴെ ഡിനോമിനേറ്റർ എന്ന് പറയും. അത് ഛേദമാണെങ്കിൽ മുകളിലുള്ളത് അംശം എന്ന് പറയും. അപ്പൊ ഛേദങ്ങൾ സെയിം ആക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഛേദം എന്ന് പറഞ്ഞതാണ് ഡിനോമിനേറ്റർ. ആ ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, 4 എന്ന് പറയുന്ന സംഖ്യ രണ്ടുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള സംഖ്യയാണ്. 2നെ നിങ്ങൾക്ക് 4 ആക്കിയിട്ട് മാറ്റാം. എങ്ങനെയാണ് 2നെ 4 ആക്കി മാറ്റിയടാ? ഇവിടെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെ 4 കിട്ടൂലേ? ആ 4 ഏത് 4? ഈ 4 പോലെ ഈ 4 എന്ത് ചെയ്യാം? 4 ആക്കിയിട്ട് മാറ്റാം. 2നെ 4 ആക്കിയിട്ട് മാറ്റാം. അപ്പൊ ഇവിടെ 2 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ നേരെ മുകളിലും ഗുണിക്കണം. ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പാടില്ല. താഴെയും നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നേരെ മുകളിലും കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനൊന്ന് ഗുണിച്ച് കാണിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് കിട്ടും. 1 × 2 നിങ്ങൾക്ക് അറിയാലോ എത്രയാടാ? 2 താഴത്ത് എത്രയാ? അതുപോലെ തന്നെ പറഞ്ഞു 2 × 2 എത്രയാ? 2 × 2 4 പ്ലസ് അടുത്ത് 1/4. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഛേദങ്ങൾ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെന്ന് മനസ്സിലായല്ലോ. ഇവിടെയും 4, ഇവിടെയും 4. അപ്പൊ ആ 4 നമുക്ക് കറക്റ്റ് എഴുതിയെടുക്കാം. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സെയിം ഉള്ള ആ 4 ആണെങ്കിൽ 4 നമുക്ക് ഒരേപോലെ എഴുതിയെടുക്കാം. അതുപോലെ തന്നെ 2ഉം 1ഉം കൂടെ കൂട്ടിയാൽ നമ്മുടെ ഉത്തരം 3/4. സെറ്റ്. 3/4 റെഡി ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഡിനോമിനേറ്റർ താഴെയുള്ള സംഖ്യ സെയിം ആണോ അല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം സെയിം അല്ലെങ്കിൽ, സെയിം ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ 3/5 പ്ലസ് ഒരു 10/5. ഇവിടെ നോക്കടാ, ഇവിടെ നോക്ക്, ഇവിടെ 5, ഇവിടെ 5. അപ്പൊ 5ആയ നമ്പർ സെയിം ആണ്. ഈ 3ഉം ഈ 10ഉം കൂടെ കൂട്ടിയാൽ 10 3 കൂട്ടിക്കേടാ, 10 3 കൂടെ കൂട്ടിയാൽ 13/5. ഇങ്ങനെയാണ് കിട്ടുക. ഛേദം സെയിം ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നേരെ സെയിം ഉള്ളത് എഴുതുക, മുകളിലുള്ള നമ്പർ കൂട്ടുക. ശരിക്കും ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. ഇപ്പൊ തൽക്കാലം അതിലേക്കൊന്നും പോകണ്ട. സെയിം ആക്കാൻ ഉള്ളൊരു പണി നിങ്ങൾ എടുത്തേക്കുക. ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ടും ചെയ്തേ. വേഗം ചെയ്ത് നോക്കാം. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ആ 3ഉം 6ഉം തമ്മിൽ കണക്റ്റഡ് ആണ്. ഇവിടെ സെയിമായ നമ്പർ അല്ല വന്നത്. ഒരിടത്ത് 6, ഒരിടത്ത് 3. ഒരിടത്ത് 6, ഒരിടത്ത് 3. അപ്പൊ 3 ഉള്ള നമ്പർ ഉണ്ടെങ്കിൽ ആ 3നെ 6 ആക്കാൻ പറ്റൂലേ? കൂട്ടിയിട്ടല്ല ആക്കണ്ടി കേട്ടോ, ഗുണിച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടാക്കണം. അപ്പൊ 3നെ 6 ആക്കാൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ മതി. നിങ്ങൾക്കറിയാം 3ഉം 2ഉം ഗുണിച്ച് 6 ആണെന്ന് അറിയാലോ. അപ്പൊ 6 ആയിട്ട് മാറും. ഇവിടെ 2 ഗുണിക്കുകയാണെങ്കിൽ ഇവിടെ 2 ഗുണിക്കണം. മറക്കരുത് കേട്ടോ. അത് താഴെ മാത്രം ഗുണിച്ച് വെച്ചാൽ ഉത്തരം തെറ്റിപ്പോട്ടോ. ഓക്കെ, ഇതൊന്നും ചെയ്തില്ല കേട്ടോ നമ്മള്. അപ്പൊ 1/6 പ്ലസ് ഇതെന്താ ചെയ്ത്? 1 × 2 2/3 × 2 6. കണ്ട, ഇവിടെ 6, ഇവിടെ 6. അപ്പൊ 6 ആയ നമ്പർ എഴുതുന്നു. 2 1 കൂട്ടിയാൽ 3. 3/6 ഈസ് ആൻസർ. എത്രയാണ്? 3/6 ഈസ് ആൻസർ. വേണമെങ്കിൽ നമുക്ക് ഇത് ചെറുതാക്കാം. 3ൽ 3 1, ഒരു 3. 6ൽ 3 2, 1/2. ഓക്കെ, അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ, ചെറുതാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു ഒറ്റ ചോദ്യം കൂടെ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സെക്ഷൻ ക്ലിയർ ആക്കാം. എങ്ങനെ രണ്ട് ഭിന്നസംഖ്യകളെ കൂട്ടും. ഇപ്പൊ പല കുട്ടികൾക്ക് സംശയമുണ്ട്, സാറേ നമുക്കിപ്പോ 2നെ 6 ആക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ സെയിം ആണ്. ഇവിടെ 6. 2നെ നിങ്ങൾക്ക് 6 ആക്കാൻ വേണ്ടിയിട്ട് 3 കൊണ്ട് ഇവിടെ ഗുണിച്ചാൽ പോരെ? അതും ഇവിടെ 3 കൊണ്ട് ഗുണിച്ചാൽ നോക്ക്, ഈ 6 പോലെ
ഇവിടെ 6 ആവൂലേ. ആ 6 പോലെ ആക്കാൻ പറ്റാത്ത സംഖ്യകൾ വരുമ്പോൾ നമുക്ക് വേറെ പഠിക്കാം. അതൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ മുഴുവൻ നിങ്ങൾ കാണണം കേട്ടോ. എന്നാൽ മാത്രമേ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടത്തുള്ളൂ. ഇതൊന്നും ചെയ്ത് നോക്കിക്കേ. ഇതാ 1/6 അതേപോലെ ഇത് അതേപോലെ കേട്ടോ. 1/6 പ്ലസ് 1 × 3 3/2 × 3 6 കണ്ടോ, ഇത്ര പണിയുള്ളൂ. ഓക്കെ, അപ്പോൾ മുകളിലുള്ള ഗുണിക്കുക ഒന്നുമില്ല. ഇതാ കണ്ടോടാ, 1 × 3 3 2 × 3 6 ഒരേ പുളി. ഇതാ കണ്ടോ, 6 ആയ നമ്പർ സെയിം വന്നാൽ ആ 6 എഴുതുന്നു. 1 3 കൂട്ടിയാൽ 4 ആണ്. 4/6 ഈസ് ആൻസർ. 4/6 വേണമെങ്കിൽ നമുക്ക് ഇതിനെ ചെറുതാക്കാം. 4ന്റെ പകുതി നിങ്ങൾക്ക് അറിയില്ലേ, 2 അല്ലേ? അതേ പകുതി 6നും ഇല്ലേ, 3. 2/3 ഈസ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യണം, നിർബന്ധമൊന്നുമില്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ ചെയ്യണം. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ മുഴുവൻ നിങ്ങൾ കാണണം. ക്ലാസ് 6 നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ വേഗം ലൈവ് സെക്ഷനിലേക്ക് പോയിട്ട് നമ്മുടെ ഈ ഒരു ക്ലാസ്സിന്റെ ഫുൾ വീഡിയോ കൂടെ നിങ്ങൾ കാണാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുവരേക്കും. ഇറ്റ്സ് മീ EGR സൈനിങ് ഓഫ്. ബൈ.